എക്സ്ട്രാ സെൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇത്തവണ മൂവിങ് മൂവീസ് എന്നൊരു ടൈറ്റിലിൽ ഒരു ചലച്ചിത്ര വിചിന്തനം കൂടെ നടത്തുകയാണ്. ഇതൊരു സാധാരണ കാണാറുള്ള ഒരു ഫിലിം റിവ്യൂ ഒന്നുമല്ല, മറിച്ച് നമ്മുടെ സമൂഹത്തെ പലതരത്തിലുള്ള ആൾക്കാരുടെ ജീവിതത്തെ തൊടാൻ കരുത്തുള്ള ചിന്തകളൊന്ന് കണ്ടെടുക്കുക. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന മൂവി ദ ലൈഫ് ലിസ്റ്റ് 2025, അതായത് ഈ വർഷം പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ റൊമാൻറ്റിക് കോമഡി ചിത്രമാണ്. സോഫിയ കാർസൺ, കെയ്ൻ അലൻ, കോണി ബ്രിട്ടൺ എന്നിവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ അഭിനയിച്ചിരിക്കുന്നത്. ആദം ബ്രൂക്സ് എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ്. ഇത് ആദ്യം ലോറി നെൽസൺ സ്പിൽമാൻ്റെ ഒരു നോവലായിരുന്നു. നോവലും പേരും ഇത് തന്നെയാണ്, ദ ലൈഫ് ലിസ്റ്റ്. അതേ പേരിൽ തന്നെയാണ് സിനിമ ആവിഷ്കരണം ചെയ്തിരിക്കുന്നത്. ഇതിൽ മരണശേഷം അമ്മ തൻ്റെ ചെറുപ്പക്കാരിയായ അലക്സ് എന്നു പേരുള്ള മകളെ അവളുടെ സ്വപ്നങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതാണ്. പലർക്കും പലതും പങ്കുവെച്ച അമ്മ ഈ മകൾക്ക് നൽകിയത് അവൾ 13 വയസ്സുള്ളപ്പോൾ അവൾക്ക് പൂർത്തിയാക്കാൻ വേണ്ടി എഴുതി വെച്ചിരുന്ന ലൈഫ് ലിസ്റ്റാണ്. അവൾക്കൊരു ടീച്ചറാകണം, അതുപോലെ ചെറുതും വലുതുമായ കാര്യങ്ങൾ. വളർന്നു വന്നപ്പോൾ ആൾത്തിരക്കിലും ഒരുപാട് ചിന്തകളിലും പെട്ട് അതൊക്കെ ഇവരുടെ മനസ്സിൽ തന്നെ മൂടിക്കിടക്കും. മരണശേഷം ഒരു വിൽപത്രം പോലെ അവർക്ക് കിട്ടുന്നത് പഴയ സ്വപ്നങ്ങളിലേക്ക് പോകുക എന്നുള്ളതാണ്. മാത്രമല്ല, അമ്മ ഇതെല്ലാം വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ട് പല വീഡിയോകളിലൂടെ ഈ മകളോട് സംസാരിക്കുകയാണ്. ഇതെല്ലാം ഇവളുടെ ആ 13-ാമത്തെ വയസ്സിലെ സ്വപ്നങ്ങളിലേക്ക് തിരിച്ചു വരാൻ. ആ ജീവിതയാത്രയിലെ മുഴുവൻ കഥയുമല്ല, അതിനൊരു പ്രത്യേക സന്ദർഭം നമ്മൾ അടർത്തി മാറ്റുകയാണ്. ഇവൾക്ക് പല കാലങ്ങളിലായിട്ട് 2-3 പേരുമായിട്ട് ചെറിയ അഫയർ എന്ന് വിളിക്കാവുന്ന ബന്ധം ഉണ്ടാകും. ഇതിലൊരു വിവാഹത്തിലേക്ക് പോകാൻ സമയത്ത് ഈ അമ്മ കൊടുത്തൊരു ഉപദേശം അവൾ ഓർക്കുകയാണ്, മറ്റൊരാൾ വഴി അത് ഓർക്കുകയാണ്. ട്രൂ ലവ് ടെസ്റ്റ്. ഇത് നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ്. കാലാകാലങ്ങളായിട്ട് എല്ലാ കഥകളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അന്നും ഇന്നും മനുഷ്യൻ കാണാൻ ആഗ്രഹിക്കുന്ന കഥയാണ് ലവ് സ്റ്റോറീസ്, പ്രേമങ്ങൾ. ഈ പ്രേമത്തിനൊരു മാസ്മരിക ശക്തിയുണ്ട്. ചിലപ്പോൾ മുതിർന്നവരൊക്കെ ഈ പ്രേമത്തെ കേൾക്കുമ്പോൾ ഞെട്ടും. പക്ഷെ അവരുടെ കാലത്തൊരു പ്രേമം ഉണ്ടാകുമ്പോൾ അവരതിൽ വീഴുകയും ചെയ്യും. മാത്രമല്ല, ഒരു സിനിമ കാണുമ്പം പ്രേമിച്ച 2 പേര് ഒന്നിക്കുന്നത് കാണാനായിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അങ്ങനെ ഒന്നിക്കുമ്പോൾ സിനിമ വിജയിക്കുന്ന സന്തോഷത്തോടെ ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിൻപുറത്തും വീട്ടിലുമൊക്കെ പ്രേമത്തിന്റെ പ്രശ്നങ്ങൾ കാണുമ്പോൾ ഞെട്ടും. സ്വാഭാവികമായിട്ട് ഞെട്ടാൻ തക്ക വിധത്തിൽ ഒരുപാട് ന്യായമായ കാരണങ്ങളുണ്ട്. പക്ഷെ ഈ പ്രേമം മരണത്തേക്കാൾ ശക്തമാണെന്ന് പറയുന്നത് പോലെ അതിന് പിടിച്ചു നിർത്താൻ പറ്റാത്ത ഘടകങ്ങളുണ്ട്. ഇവിടെ ഓരോ യുവാവും യുവതിയും തന്നെ അവർക്ക് വ്യക്തമായ ഒരു വിചിന്തനം, പ്രേമത്തെക്കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാട് ഒക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. അവരുടെ മനസ്സ് തന്നെ കാര്യങ്ങളെ വിവേചിച്ചറിയാനായിട്ട് ഒരുക്കമല്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകും. പലപ്പോഴും പലരും പറയാറുണ്ട്, ഞാൻ വ്യക്തമായിട്ട് ആലോചിച്ചാണ് ഈ പ്രേമത്തിലേക്ക് ചെന്നത്. സത്യത്തിൽ ആലോചിക്കാൻ കഴിയാത്ത വിധം കുരുക്കിലായി പോയപ്പോഴായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷെ പറയുന്നത് ഞാൻ വ്യക്തമായി ആലോചിച്ച്. സത്യത്തിൽ ആലോചിക്കാൻ കഴിഞ്ഞില്ല. നമുക്കൊരു സമചിത്തതയോടെ എല്ലാത്തിനെയും ഒന്ന് വിവേചിച്ചറിയാനുള്ള ഒരു കഴിവുണ്ടാകുന്നത് നല്ലതാണ്. പ്രേമത്തെയും വിവേചിച്ചറിയണം. നമുക്ക് ഈ സിനിമയിലെ ട്രൂ ലവ് ടെസ്റ്റ്, ഒരാളെ പ്രേമിക്കുന്നുണ്ടെങ്കിൽ ആ പ്രേമം അത് ജീവിതത്തിലുടനീളം കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണോ? ഈ പ്രേമം യാഥാർത്ഥ്യമുള്ളതാണോ? അതോ വെറും ഇൻഫാച്വേഷൻ, തൽക്കാലം മിന്നിമറയുന്ന ഒന്ന്, അതുപോലെ നമ്മളും ഒഴിഞ്ഞു പോകേണ്ട ഒന്നാണോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ട്രൂ ലവ് ടെസ്റ്റ് ഈ സിനിമയിൽ പറയുന്നത് നമുക്കൊന്ന് കാണാം. Yes, 4 questions. 1, can you tell him everything in your heart? 2, is he kind? 3, does he help you become the best version of yourself? Meaning Alex in full flight with Finn.
4. Can you imagine him as the father of your children? ഓക്കെ, ഇതാണ് ട്രൂ ലവ് ടെസ്റ്റ്. ഒരമ്മ മകൾക്ക് നൽകുന്ന, അവളുടെ ജീവിതത്തിൽ കണ്ടുമുട്ടാനിടയുള്ള ആൾക്കാരുടെ സ്നേഹത്തെ ഒന്ന് വിവേചിച്ചറിയാൻ ഒരമ്മ മകൾക്ക് നൽകുന്ന ലവ് ടെസ്റ്റ്. എനിക്ക് തോന്നുന്നു എല്ലാ അമ്മമാരും മക്കൾക്ക് നൽകേണ്ട ഒരു ലവ് ടെസ്റ്റാണ്. ഒന്നാമത്തേതാണ്, ക്യാൻ യു ടെൽ ഹിം എവറിത്തിങ് ഇൻ യുവർ ഹാർട്ട്. നിന്റെ മനസ്സിലുള്ളതെല്ലാം അയാളോട് തുറന്നു പറയാൻ കഴിയുന്ന ഒരാളാണോ അയാൾ? തിരിച്ചും ഒരാൾക്ക് ആ പെൺകുട്ടിയോട് മനസ്സിലുള്ളതെല്ലാം തുറന്നു പറയാൻ കഴിയുമോ? എല്ലാം തുറന്ന് പറയണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് മറ്റ് ചർച്ചകളാണ്. പക്ഷേ തുറന്ന് പറഞ്ഞാൽ അതെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാളാണോ അയാൾ? ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു പരിചയം വർദ്ധിക്കുമ്പോൾ അയാളെ മനസ്സിലാക്കേണ്ട, അയാളിൽ നിന്നും അല്ലെങ്കിൽ അവളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഒരു സുതാര്യമായ ബന്ധത്തിന്, ഒരു വിവാഹത്തിലേക്ക് നാളെ ഈ ജീവിതം പോകുമെങ്കിൽ എന്നും എപ്പോഴും ഇങ്ങനെ ഒളിച്ചു വെച്ച് കവർ ചെയ്തൊരു ജീവിതം പറ്റുമോ? ഈ മനുഷ്യനോട്, ഈ സ്ത്രീയോട് എല്ലാം, ഹൃദയത്തിലുള്ളതെല്ലാം തുറന്നു പറയാൻ കഴിയുമോ? അതാണ് ടെസ്റ്റിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെന്ന് പറയുന്നത്, ഇസ് ഹി കൈൻഡ്, ദയയുള്ള അല്ലെങ്കിൽ കരുണയുള്ള. കരുണയെന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ ഔദാര്യമാണ്. ഒരാൾ പറയുന്ന കാര്യങ്ങളെ അതേ അർത്ഥത്തിൽ ഉൾക്കൊള്ളാനുള്ള ഒരു മാനസിക സ്ഥിതി ഉള്ളതാണ്. നമ്മൾ കാണുന്നുണ്ട് ചില ആൾക്കാർ താൽക്കാലികമായിട്ട് വളരെ എല്ലാം തുറന്നു പറയും, എന്ന മനസ്സോടെ എല്ലാം തുറന്ന് കേൾക്കുകയും പിറ്റേന്ന് മുതൽ ഇതെല്ലാം നമ്മളിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കും. ഈ മനുഷ്യനെ ഒരു ജീവിത പരിചയം കൊണ്ട് മനസ്സിലാക്കേണ്ടത്, ഈ പുരുഷൻ അല്ലെങ്കിൽ ഈ സ്ത്രീ ഒരു സ്നേഹത്തിന്റെ ഔദാര്യമുള്ളതാണ്. ഇതൊക്കെ നമ്മൾ സാധാരണ ചർച്ച ചെയ്യുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. പക്ഷെ അടുത്ത രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഡസ് ഹി ഹെൽപ്പ് യു ടു ബിക്കം ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർസെൽഫ്? ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർസെൽഫ്. ഓരോരുത്തരിലും അവരിൽ രൂപപ്പെടേണ്ട ഒരു ബെസ്റ്റ് വേർഷൻ ഉണ്ട്. ഓരോ പെൺകുട്ടിയിലും നടക്കേണ്ട ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ ഓരോ പുരുഷനിലും നടക്കേണ്ടത്. അതായത് ഒരു പ്രേമം കൊണ്ട് ഒരാൾക്ക് ഒരു നഷ്ടവും ഉണ്ടാകരുത്. ഒരാൾക്ക് അയാൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അയാൾ എത്തേണ്ട ഇടത്തിലേക്ക് കൃത്യമായി വളരാൻ ഈ പ്രണയം അയാളെ സഹായിക്കുന്നുണ്ട്. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. 8ാം ക്ലാസ് വരെ നല്ലതുപോലെ എല്ലാം പഠിച്ച് A+ ആക്കിക്കൊണ്ടിരുന്ന പെൺകുട്ടി ഒരു പ്രണയത്തിൽപ്പെട്ടാൽ 10ാം ക്ലാസ്സിൽ മാർക്ക് കുറയുന്നതാണ് സ്വാഭാവികം. 10ാം ക്ലാസ്സിൽ A+ വാങ്ങിച്ച പെൺകുട്ടിയോ ആൺകുട്ടിയോ ഒരു പ്രണയത്തിൽ അകപ്പെട്ടതിന് ശേഷം പഠിത്തം നടക്കുന്നില്ല, ഉറക്കം കിട്ടുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ജോലി നടക്കുന്നില്ല, ഡിസോറിയന്റഡ് ആയിട്ട് പോകും. ആ പ്രണയത്തെക്കുറിച്ച് ഒരു പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. ഡസ് ഹി ഓർ ഡസ് ഷീ ഹെൽപ്പ് യു ടു ബിക്കം ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർസെൽഫ്? നിങ്ങളിലെ യഥാർത്ഥ ആളിനെ വളരാൻ ഇത് സഹായകരമാണോ? അതോ ഇത് നിങ്ങളെ തന്നെ ഇല്ലാതാക്കിയാണോ? നിങ്ങൾ ഏതോ ഉയരത്തിൽ എത്തേണ്ടിയിരുന്ന ഒരാളാണോ ഈ പ്രണയം കൊണ്ട് താഴാൻ പോകുന്നത്? ഇങ്ങനെ താഴ്ത്തുന്ന ഒന്നിനെയാണോ പ്രണയം നമ്മൾ വിളിക്കേണ്ടത്? വെരി സിമ്പിൾ. നിങ്ങളൊരു മെഡിക്കൽ സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ്, എത്ര പഠിച്ച് കഷ്ടപ്പെട്ടിട്ടാണ്, എത്ര ഉറക്കമൊളിഞ്ഞ് പഠിച്ചിട്ടാണ് നിങ്ങൾ ആ ഒരു പ്രൊഫഷനിലേക്ക് എത്തിയത്? ഇനി എത്ര കഠിനമായ പഠിത്തമാണ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന, ലക്ഷ്യം വെച്ചെടുത്തിരിക്കുന്ന എത്താൻ അവിടെ ഒരു ബന്ധം ഉണ്ടാകും. അതിനെ നമ്മൾ അങ്ങ് വളരെ വൈകാരികമായി പ്രണയം എന്ന് വിളിക്കുന്നു. ഓക്കെ, പക്ഷേ നിങ്ങളുടെ ജീവിതത്തിന്റെ സ്വപ്നങ്ങളിൽ ഇത് എവിടെയോ ഒരു തിരശീല വീഴ്ത്തുന്നു. അങ്ങനെ എന്നെ നിന്നെ വളർത്താത്ത ഒന്നിനെ എങ്ങനെ സ്നേഹമെന്ന് വിളിക്കണം? അത് ഗൗരവമായിട്ട് ചിന്തിക്കാനുള്ള ബുദ്ധിസ്ഥിരത, ബോധ്യം ഈ പ്രണയത്തിന്റെ കൂടെ മനുഷ്യൻ കൊണ്ടു നടക്കണമെന്ന്. ഇനി 4ാമത്തെ ഒരു പാഠം വളരെ രസകരമാണ്. ഈ പ്രണയം ഇത് ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകാനായിട്ടുള്ള യഥാർത്ഥ പ്രണയമാണെങ്കിൽ ഒന്നുകൂടെ ചിന്തിക്കണം. ക്യാൻ യു ഇമാജിൻ ഹിം ആസ് ദ ഫാദർ ഓഫ് യുവർ ചിൽഡ്രൻ? അല്ലെങ്കിൽ ക്യാൻ യു ഇമാജിൻ ഹെർ ആസ് ദ മദർ ഓഫ് യുവർ ചിൽഡ്രൻ? ഈ പ്രേമിക്കുന്ന ആളെ നീ ജന്മം കൊടുക്കുന്ന കുഞ്ഞുങ്ങളുടെ അപ്പനായിട്ട് സങ്കല്പിക്കാൻ പറ്റും? ഒന്ന് ചുമ്മാ ചിന്തിച്ചു നോക്കിയാൽ പല പ്രേമവും പൊളിഞ്ഞു പോകും. ഇവനെങ്ങനെ ഒരു അപ്പനായിട്ട് നിൽക്കും, ഇവളെങ്ങനെ ഒരു അമ്മയായിട്ട് നിൽക്കും? ഞാൻ ഒന്നും ചെറുതാക്കി പറയില്ല. ഉത്തരവാദിത്വ ബോധത്തോടെ കണ്ടാൽ ഇത് ജീവിതകാലം മുഴുവൻ നീണ്ടുപോകാനാണെങ്കിൽ
ഇതും കൂടെ ഗൗരവമായി ചിന്തിക്കണമെന്നാണ് ഈ ദ ലൈഫ് ലിസ്റ്റിൽ എന്ന ഈ സിനിമയിൽ പറയുന്നത്. ശരിയല്ലേ? ഇത് തമാശയല്ലല്ലോ. പ്രേമം ജീവിതമല്ലേ? അവസാനം വരെ ജീവിക്കാനായിട്ട്, ആ ജീവിതത്തിലേക്ക് നീണ്ടുപോകാനായിട്ട് സാധിക്കുമോ എന്നൊന്ന് സങ്കല്പിക്കുന്നത് നോക്കുന്നത് നല്ലതാണ്. ഇനി ഈ സിനിമയിൽ കാണുന്നത് നോക്കുക, രസകരമാണ്. ഇവൾ ഈ 4 പാഠങ്ങൾ വെച്ച് തൻ്റെ കാമുകനെ ഒന്ന് വിലയിരുത്തിയിട്ട് അവൻ്റെ വീട്ടിൽ കയറി വഴക്കിട്ട് പെട്ടിയൊക്കെ എടുത്ത് പോകുന്നതാണ്. അമ്മ കൊടുത്ത ഈ ലിസ്റ്റിലൂടെ അവൾക്ക് മനസ്സിലായി. ഏറ്റവും അവസാനം ഇവളെ സഹായിച്ചുകൊണ്ടിരുന്ന ഒരു അഡ്വക്കേറ്റ് ഉണ്ട്. അയാൾ ഇവളോട് വളരെ മാന്യമായി പെരുമാറുന്നു. ഇവൾ എത്തേണ്ട ഇടത്തേക്ക് ഇവളെ കൊണ്ടെത്തിക്കുന്നു. ഇവൾ ഈ യാത്രയിൽ ഇവൾ അറിയാതെ തന്നെ ഇയാളോട് എല്ലാം പറയുന്നു. അയാൾ എല്ലാം കൃത്യമായിട്ട് കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. അവസാനം ഇവൾ നോക്കുമ്പോൾ അവക്ക് മനസ്സിലായി, എൻ്റെ കുഞ്ഞുങ്ങളുടെ അപ്പനാകാൻ ആയിട്ട് സങ്കല്പിക്കാൻ പറ്റുന്ന ഈ മനുഷ്യനെ. എന്നിട്ട് അയാളെ ഇവൾ സ്വീകരിക്കുന്നതാണ്. ഈ 4 ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ 5ാമത്തെ ഒരു പാഠം കൂടെ ഈ സിനിമയുടെ പുറത്ത് നിന്ന് നമ്മൾ പറയുകയാണ്. നമ്മൾ ഒരു വ്യക്തിയിലേക്ക്, ഏതെങ്കിലും ഒന്നിലേക്ക് എല്ലാം മറന്ന് പൂർണ്ണമായി വീഴുന്നതിനെ പ്രണയമെന്ന് വിളിക്കണോ എന്നുകൂടെ ചിന്തിക്കണം. കാരണം ഇതൊരു വലിയ സ്നേഹമാണ്. സ്നേഹമുള്ളയാൾ സ്നേഹിക്കുന്നു. സ്നേഹമില്ലാത്ത ഒരാൾക്ക് സ്നേഹിക്കാൻ പറ്റില്ല. സ്നേഹമെന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു മനുഷ്യനോടോ ഒരു വസ്തുവിലോട്ടോ മാത്രം ചുരുങ്ങിപ്പോകുന്നതാണോ? ഈ പ്രണയം സകലതിനോടും ഉള്ളതാണ്. സകല മനുഷ്യരോട്, സർവപ്രപഞ്ചത്തോടൊക്കെ ഒരു മനുഷ്യന് പ്രണയമുണ്ട്. ആ കൂട്ടത്തിലൊരു പ്രണയമാണിത്. ബാക്കിയെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ, ഒരാളിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ എല്ലാം നമ്മുടെ കണ്ണിൽ നിന്ന് മറഞ്ഞു പോകും. അപ്പോൾ പ്രണയം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് വിശാലമാകട്ടെ. ആകാശത്തോടൊരു പ്രണയം വേണ്ടേ? ഈ ഭൂമിയോട്, ഒരു പൂവിനോട്, മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, സുഹൃത്തുക്കളോട്, ഇതെല്ലാം പ്രണയമായിട്ട് ചേരണ്ടേ? എല്ലാം കൺമുമ്പിൽ നിന്ന് അടഞ്ഞ് ഒന്നിലേക്ക് ആണ്ടുപോകുന്നതിനെ മാത്രം എന്തിനാണ് നമ്മൾ പ്രണയം എന്ന് വിളിക്കുന്നത്? സർവോപരി നമ്മളെ ചലിപ്പിക്കുന്ന ഒരു ചൈതന്യം നമ്മുടെ ഉള്ളിലില്ലേ? അങ്ങോട്ടും നമുക്കൊരു പ്രണയം ചെന്ന് വീഴണ്ടേ? വരയൻ എന്നൊരു സിനിമ കൂടെ ഓർമ്മിപ്പിക്കാം. അതിനകത്തൊരു കപ്പൂച്ചിൻ വൈദികനോട് ഒരു പെൺകുട്ടി പ്രണയത്തോടെ എത്തുന്നതാണ്. അയാൾ ആ പ്രണയത്തിൽ നിന്ന് തെന്നിമാറുകയല്ല, മറിച്ച് അവളെ കാണുമ്പോൾ അയാൾക്ക് നഷ്ടപ്പെട്ട കുട്ടിക്കാലത്തെ സ്വന്തം അനിയത്തെ ഓർക്കുകയാണ്. അവിടെ വെച്ച് അവൾ അയാളെ ആ ഒരു സാഹോദര്യത്തോടെ സ്വീകരിച്ചുകൊണ്ട് തിരിച്ചു പോകുന്നതാണ്. പക്ഷെ ഇതിനകത്ത് ഈ വൈദികൻ പ്രണയം പറയുന്ന ഒരു രംഗമുണ്ട്. അത് ഈ പെൺകുട്ടിയോടല്ല. സിനിമയുടെ ഇന്റർവെൽ സമയത്ത് ഒരു കടാരയുമായിട്ടൊരു വില്ലൻ ഈ അച്ഛനെ കുത്താൻ വരുമ്പോൾ അദ്ദേഹം പറയുന്ന, വർക്കി, നീ വെറുതെ മത്സരിക്കണ്ട, നീ തോറ്റുപോകും. കാരണം നിനക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഞാനത് പണ്ടേ കളഞ്ഞു. അതിൻ്റെ മുമ്പിൽ അയാൾ കത്തിമടക്കുന്ന എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്നൊരാൾക്ക് വേണ്ടി ജീവിതം കളഞ്ഞൊരാൾ. പ്രണയം എന്ന് പറഞ്ഞാൽ പ്രാണൻ കളഞ്ഞുള്ളൊരു സ്നേഹമാണ്. ഉള്ളിലെ ക്രിസ്തുവിന് വേണ്ടി പ്രാണൻ കളഞ്ഞ ഒരാൾ. ആ പ്രണയം അയാൾ കൊണ്ടു നടന്നാൽ മറ്റ് പ്രണയങ്ങളെല്ലാം അതിന് കീഴെയാണ്. ഒരാൾക്ക് ശരിയും തെറ്റും വിവേചിച്ചറിയാൻ പറ്റും. നമ്മുടെ കുട്ടികൾക്ക് പ്രശ്നം, കുട്ടിക്കാലം മുതൽ അവരെ പ്രണയിക്കാൻ നമ്മൾ പഠിപ്പിച്ചില്ല. ഉള്ളിലെ ദൈവത്തെ, ആകാശത്തെ, ഭൂമിയെ, പൂക്കളെ, പുഴകളെ ഒന്നിനെയും പ്രണയിക്കാൻ പഠിപ്പിച്ചില്ല. അവർ ജീവിതത്തിൽ എപ്പോഴോ കണ്ട ഒരു നിമിഷത്തെ പ്രണയമെന്ന് തെറ്റിദ്ധരിക്കും. യഥാർത്ഥത്തിൽ പ്രണയമുണ്ടായാൽ എല്ലാ പ്രണയങ്ങളെയും വിവേചിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ദ ലൈഫ് ലിസ്റ്റ് എന്ന സിനിമയോടൊപ്പം ഇതും നമുക്ക് ചേർത്ത് വയ്ക്കാം. പ്രണയത്തിന് മീതെയായിരിക്കട്ടെ നമ്മുടെ ചിന്തകളും കാഴ്ചപ്പാടുകളും. നന്ദി.
ബാക്കി വെറുതെ മത്സരിക്കാൻ നിൽക്കണ്ട. നീ തോറ്റു. കാരണം നിനക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനത് പണ്ട് ഉപേക്ഷിച്ചതാണ്.